ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്ലം കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് റെസിപ്പിയാണിത്. ഇതിൽ നമ്മൾ റമ്മൊന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഓവനൊന്നും ഇല്ലാതെയാണ് ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാക്കി കഴിക്കും. അത്രയും ടേസ്റ്റിയാണ് ഈ ഒരു പ്ലം കേക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 75 ഗ്രാം ബട്ടറും എടുത്തിട്ടുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഈ ബട്ടറെല്ലാം നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി മധുരം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ബട്ടറും അതുപോലെ ഈ ജാമൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരണം. അങ്ങനെ മെൽറ്റായി വരുമ്പോൾ ഇതിന് നല്ലൊരു കളർ കിട്ടും. കണ്ടില്ലേ, നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ ജാമും മെൽറ്റായി നല്ലൊരു കളർ നമ്മുടെ ഈ ഒരു മിക്സിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് കറുത്ത മുന്തിരിയും 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് പൊട്ടിച്ചതുമാണ്, ചെറിയതായിട്ട് പൊട്ടിച്ചതുമാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റേതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. ഈ മിക്സ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കാരമൽ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള സിറപ്പാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ 3 ടേബിൾ സ്പൂൺ കാരമൽ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ സെസ്റ്റാണ്. ആ ഓറഞ്ചിൻ്റെ തൊലി ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഉള്ളിലുള്ള ആ വെള്ള ഭാഗം വൈറ്റ് പോർഷൻ വരാതെ സൂക്ഷിക്കണം. അത് വന്നു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് പുറമേ ഉള്ള ആ ഒരു ഓറഞ്ച് കളർ മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലോട്ട് 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറും ഒരു ചെറിയ പീസ് പട്ട, ഒരു വളരെ ചെറിയ ഒരു പീസ് ജാതിക്കായ, പിന്നെ ഒരു 10-12 ഗ്രാമ്പു ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ജാതിക്കായ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു പീസ് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സ്പൈസസിൻ്റെ പൊടി ഒരു ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് ഒരു 20 ബദാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒത്തിരി ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് അത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല നൈസായിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. ചൂടാറിയിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബദാമിൻ്റെ പൊടി റെഡിയായി. ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ച് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബദാമിൻ്റെ പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൽ ഈ ബദാമിൻ്റെ പൗഡർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കില്ല. അത്രയും ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക്. നമ്മളിപ്പോൾ പൊടികളൊക്കെ അരിച്ചെടുത്തു. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സ്പൈസസിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്കിലേക്കും ആ ഒരു സ്പൈസസിൻ്റെ ആ ഒരു മണവും ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ അരിച്ചെടുത്ത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം നന്നായി ഒന്ന് യോജിച്ച് വരും. അങ്ങനെ നമ്മൾ പൊടികളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ട്രേയിലാണോ കേക്ക് ഉണ്ടാക്കി എടുക്കുന്നതെങ്കിൽ ആ ട്രേ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു കേക്ക് ട്രേയിൽ കുറച്ച് ബട്ടർ തേച്ച് ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ആ മിക്സ് റെഡിയായിട്ട് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്തപ്പോൾ അത് നല്ലൊരു തിക്നെസ് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ആദ്യത്തേക്കാളും കുറച്ചൊരു കട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ 1-2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം സ്പൈസസിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ സ്പൈസസിൻ്റെ പൊടിയെല്ലാം ആ മിക്സിൽ നല്ലതുപോലെ യോജിക്കുന്ന വിധത്തിൽ
മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇത് എടുക്കുമ്പോൾ എപ്പോഴും നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. ഒരു മുട്ട മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നല്ലതുപോലെ ആ മുട്ട ആ മിക്സിൽ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ നട്ട്സൊക്കെ ഇതിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടികളൊക്കെ കട്ട പിടിച്ച് കിടക്കും. അതുകൊണ്ട് കുറേശ്ശെ മാത്രം ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ട് നമുക്കിത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഒരു 2-3 പ്രാവശ്യമായിട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുത്ത് പതിയെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് യോജിപ്പിച്ചെടുക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇത് റെഡിയാക്കാൻ പോകുന്ന പാത്രം നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഒരു 10 മിനിറ്റ് മുമ്പേ നമ്മൾ കടായി ആണെങ്കിലും കുക്കറാണെങ്കിലും പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പം ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കേക്കിൻ്റെ പൊടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തു. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു പ്ലം കേക്കിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് ഒത്തിരി ലൂസായിട്ടുള്ള പരുവത്തിലല്ല ഇരിക്കുക, ചെറിയൊരു തിക്നെസ്സിലാണ് ഈ ഒരു ബാറ്റർ ഇരിക്കുക. കാരണം പ്ലം കേക്ക് ഒത്തിരി ഇങ്ങനെ സ്പഞ്ചി ആയിട്ടല്ലല്ലോ നമുക്ക് കിട്ടാറ്. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പ്ലം കേക്ക് എന്ന് പറയുന്നത് ഇത്തിരി കട്ടിക്കാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ അതൊരു കട്ടിയായിട്ടാണ് ഇരിക്കുക, ഒരു ബട്ടർ കേക്കിൻ്റെ ഒക്കെ ഒരു പോലെയാണ് ഇരിക്കുക. അപ്പോൾ ആ പരുവത്തിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്ലം കേക്കും കിട്ടുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ കേക്ക് ട്രേയിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 8-9 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് മുകളിൽ നമുക്ക് ഇതുപോലെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് നട്ട്സും അതുപോലെ മുന്തിരി ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തില്ല പ്ലെയിൻ ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഞാനിപ്പോൾ കാഷ്നട്ട് റോസ്റ്റ് ചെയ്യാണ്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാഷ്നട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാൻ ഒന്നും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള കടായിയാണിത്. ഇനി ഇതിൽ വെച്ചിട്ടുള്ള സ്റ്റാൻഡിന് മുകളിലേക്ക് നമ്മുടെ കേക്ക് ട്രേ ഇറക്കി വയ്ക്കാം. എന്നിട്ട് മൂടി വെച്ച് 50-55 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 55 മിനിറ്റ് ഒക്കെ ആകുമ്പോഴാണ് ഈ കേക്ക് നല്ലതുപോലെ റെഡിയായി വരിക കേട്ടോ. ഇപ്പോൾ 55 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ മുകൾ ഭാഗത്ത് ആ ബബിൾസൊക്കെ പൊട്ടി നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് അതിൻ്റെ സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ബാറ്റർ ഒന്നും പറ്റി പിടിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് അടച്ചു വെച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു 55 മിനിറ്റ് ആയപ്പോഴേക്കും എൻ്റെ കേക്കൊക്കെ റെഡിയായി വന്നു. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കേക്ക് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ല, അടിഭാഗത്ത് കരിഞ്ഞു പിടിച്ചിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല അടിപൊളിയാണ്. നമ്മൾ മുകൾ ഭാഗത്ത് ഒത്തിരി ബ്രൗൺ കളറായി വന്നില്ല എന്നേ ഉള്ളൂ. അത് നമ്മൾ കാരമൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഡാർക്കായിട്ടാണ് കാരമൽ ചെയ്തെടുക്കുന്നതെങ്കിൽ ഒന്നുകൂടി കളർ കൂടുതൽ കിട്ടും. പിന്നെ ഓവനിൽ വെക്കുന്ന അത്രയും കളർ നമ്മുടെ ഈ ഒരു കേക്കിന് കിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് ഒരു കോംപ്രമൈസും ഇല്ല, അത്രയും ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു രീതിയിൽ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കടയിൽ നിന്നൊന്നും കേക്ക് വാങ്ങില്ല, അത്രയും ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.